2020 ഫെബ്രുവരിയിൽ തയ്യൽ കടൽ തീരത്തടിഞ്ഞ 1.5 വയസ്സുകാരൻ വിയാനിൽ തുടങ്ങിയ അന്വേഷണം. കാമുകനൊപ്പം ജീവിക്കാൻ തടസ്സമായ കുഞ്ഞിനെ കടൽ ഭിത്തിയിലിടിച്ച് കൊന്ന ക്രൂരത. കൊലയാളി ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവ്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഓരോ ശിശുരോധനത്തിലും കേൾപ്പും ഞാൻ ഒരു കോടി ഈശ്വര വിലാപം എന്ന മധുസൂദനൻ നായരുടെ കവിതയിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കേസിൽ കോടതി വിധി പറഞ്ഞത്. മനസാക്ഷിയില്ലാത്ത വിധമുള്ള ക്രൂര കൊലപാതകം. മരണമുറപ്പുവരുത്താൻ കുഞ്ഞിനെ 2 തവണ കടലിലെറിഞ്ഞു. ശരണ്യ എന്ന 27 വയസ്സുകാരിയുടെ ക്രൂരകൃത്യത്തിന് കോടതി ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. ഒപ്പം 1 ലക്ഷം രൂപ പിഴയും നൽകണം. വിധി കേട്ട് കോടതി മുറിയിൽ വെച്ച് ശരണ്യ പൊട്ടിക്കരഞ്ഞു. കോടതി ഈ കേസിൽ വിലയിരുത്തിയത് ഈ അമ്മ ശരണ്യ ഈ കുഞ്ഞിനെ കൊല്ലുക മാത്രമല്ല, കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഈ കുഞ്ഞിന്റെ അച്ഛൻ, അതായത് ശരണ്യയുടെ ഭർത്താവിന്റെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമവും നടത്തി. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷയാണ് കോടതി വിധിച്ചത്. 6 വർഷങ്ങൾക്ക് മുൻപ് 2020 ഫെബ്രുവരി 17 കൊലപാതകം. പിണക്കത്തിലായിരുന്ന ഭർത്താവിനെ കണ്ണൂർ തയ്യിലിലെ വീട്ടിലേക്ക് ശരണ്യ വിളിച്ചു വരുത്തി. രാത്രി കുഞ്ഞിനെ ഭർത്താവിനൊപ്പം കിടത്തി. പുലർച്ചെ 2 മണിയോടെ കുഞ്ഞിനെയും എടുത്ത് കടലിന് സമീപത്തേക്കെത്തി. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. തിരിഞ്ഞു നടക്കവേ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. മരിച്ചിട്ടില്ലെന്ന് ബോധ്യമായതോടെ വീണ്ടും കടൽ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞ് മരണം ഉറപ്പുവരുത്തി. എല്ലാം അതീവ രഹസ്യമാക്കി വെച്ച് കുഞ്ഞിനെ കണ്ടെത്താൻ വീട്ടുകാർക്കൊപ്പം രാവിലെ തിരച്ചിലും നടത്തി. ഒടുവിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി ശരണ്യെന്ന് പോലീസിന് വ്യക്തമായി. ശരണ്യയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ഉപ്പിന്റെ അംശങ്ങളും തീരത്തു നിന്ന് ലഭിച്ച ചെരുപ്പും കേസിന് ബലം പകർന്നു. ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കാനായിരുന്നു സ്വന്തം മകന്റെ ജീവൻ എടുത്തുകൊണ്ടുള്ള അമ്മയുടെ ക്രൂരത. കേസിലെ 2ാം പ്രതി ശരണ്യയുടെ ആൺ സുഹൃത്തിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. ഈ പറയുന്ന CCTV പ്രകാരമുള്ള ചില ഡോക്യുമെന്റ്സ് മാറ്റി കൊടുക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവിടെ ഒരു ഗൂഢാലോചന നടന്നു എന്ന് പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വെറും ഫോണ് ഒരു വിവാഹേതര ബന്ധം ആയിരിക്കാം അത് എന്ന് അല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു കുട്ടീനെ കൊല്ലുകയോ കുട്ടീനെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ എത്ര രീതിയിലുള്ള യാതൊരു തെളിവും പ്രോസിക്യൂഷന് ഹാരാക്കാൻ കഴിഞ്ഞില്ല. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കണക്കിലെടുത്ത് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അതായത് ഈ കേസ് 302, 120B, 109, അതായത് പ്രേരണയും അതുപോലെ തന്നെ ഗൂഢാലോചനയും കൊലപാതകവുമാണ് ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ 120B ഗൂഢാലോചനയും അതുപോലെ പ്രേരണ കുറ്റവും തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുള്ളത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം റയറസ്റ്റ് ഓഫ് ദ റയർ കേസാണ്, ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണമെന്നാണ് നമ്മൾ കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. കോടതി വിധി ഏതായാലും അംഗീകരിക്കും. വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. The prosecution argued that it is a rarest of rare case. I yesterday argued it's not a rarest of rare case. She is from a poor background. She was aged just 22 at the time of alleged commission of offence. Now she is just aged only 27. She is working, and after getting released from on bail from the High Court, she was working. She never committed any offence, and there is no allegation in this regard also. So there is every chance that she can be reformed. And if death sentence is awarded, it's against the reformative theory of punishment. And the punishment that is awarded to a convict is always considered as a medicine to cure the tendency to commit a crime. So the court has found that there is every chance for reformation. So death sentence is not required. I will file appeal both against conviction and sentence. We are not admitting the conviction. According to us, the accused is absolutely innocent. It's a falsely foisted case. She is absolutely innocent, and we will file appeal against the conviction as well as sentence. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം സൂചിപ്പിക്കാൻ ലവ് യു മൂൺ ആൻഡ് ബാക്ക് എന്ന വരികളും വിധിന്യായത്തിൽ ജസ്റ്റിസ് KN പ്രശാന്ത് എഴുതി വെച്ചു.
മാതൃഭൂമി ന്യൂസ് കണ്ണൂർ.